ബാക്ക് ഗൈസ്. നമ്മൾ വാഗമണ്ണിന് വരെ നമ്മൾ നേരെ മൂന്നാർ പിടിച്ചിരിക്കും. നമുക്ക് നേരെ മൂന്നാർ പോവാം. വാഗമണ്ണിൽ നിന്ന് നേരെ മൂന്നാർ. വാ, വഴികളുണ്ടോ എന്താ രസം. ചെറിയ രീതിയിൽ കോടയുണ്ട്, പക്ഷേ വലിയ കോടയൊന്നുമില്ല. പക്ഷേ നല്ല രസമുണ്ട് മീനോടി ഓടിക്കും. ഉച്ചക്ക് 2-2:30 ആണേലും നല്ല കോടയും നല്ല തണുപ്പ്. നല്ല കോടയല്ല, ഒരു ആവറേജ് കോട, നല്ല തണുപ്പും. ആഹാ, വ്യൂ ഉണ്ട്, അമേസിങ്. വ്യൂസൊക്കെ വേറെ ലെവൽ. നമ്മുടെ ഫ്രണ്ടാണ് പോണത്. ഇത് നമ്മുടെ സൂപ്പർവൈസർ യദുരാജ്. അതിൻ്റെ ഫ്രണ്ടാണ് പോണത് അജ്മൽ ഖാ. ഇവിടുത്തെ തേയിലത്തോട്ടം നമ്മുടെ മൂന്നാറിൻ്റെ അത്ര വന്നിട്ടില്ല, പക്ഷെ എന്നാലും കൊള്ളാം. ആ വണ്ടിയുടെ പുറകെ വേണേൽ പാട്ടും കേട്ട് പോവാം. അതിനകത്ത് കിടലും പാട്ടൊക്കെ ഇട്ട ഒരു വൈബ് അടിച്ച് പോയിട്ടുണ്ട്. ഓ, ഏലത്തോട്ടം. അങ്ങനെ ഏലത്തോട്ടത്തിൽ എത്തിരിക്കുകയാണ് ഗൈസ്. നിറയെ ഏലം. ഫോണിൽ വിളിച്ചെന്നൊക്കെ വണ്ടി ഓടിക്കും. ഓ, അടിപൊളി. അമേസിങ്. ഇവിടുത്തെ റോഡും അടിപൊളിയാണ്, അതിനനുസരിച്ചുള്ള വ്യൂസും അടിപൊളിയാണ്. ഇപ്പം നമ്മൾ ഇറങ്ങിയാണെന്നാണ് പറഞ്ഞത്. അടഞ്ഞ ചെവിയൊക്കെ പിന്നെയും തുറന്നു. മണ്ണ് ഇങ്ങനെ മണ്ണൊക്കെ ഉള്ള സ്ഥലത്ത് ഒരിക്കലും നമ്മൾ ചരിക്കാൻ പോലും. ചരിച്ച് കഴിഞ്ഞാൽ ഉടനെ വീഴും. കിടത്തി വളക്കാൻ നോക്കി ഏറ്റവും അവസാനം നമ്മൾ കിടക്കേണ്ടി. എന്ത് ഭംഗിയുള്ള വഴികൾ. ഇത് ബസ് റൂട്ടാണ്. ബസ്സിലും വരാൻ പറ്റും. ഞാൻ ഈ വഴി ഒരു പ്രാവശ്യം വന്നിട്ടുള്ള, അതുകൊണ്ട് കുറച്ചൊക്കെ കണ്ടൊരു ഓർമ്മയൊക്കെ ഉണ്ട്. അന്ന് പക്ഷേ വെയിലായിരുന്നു. ഇതിപ്പോൾ മഞ്ഞുകാലായതുകൊണ്ടൊരു തണുപ്പും നല്ല രസമുണ്ട്. AVT തേയിലട ഫാക്ടറിയാണ് ഇതിലൊക്കെ കാണുന്നത്. ഇതെല്ലാം AVTക്കാരുടെ ടീ പ്ലാന്റേഷൻ ആയിരിക്കും. അല്ലാണ്ട് പിന്നെ ആരുടെ അവരുടെ ഫാക്ടറികളപ്പോൾ ഇവിടുത്തെ ഉള്ള കൃഷി അവരുടെ ആയിരിക്കണമല്ലോ. ആയിരിക്കും. AVT ടീ ഫാക്ടറി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനിയിപ്പോൾ ഈ വഴി തന്നെ നേരെ പോവാം. ഇവിടുന്നാണ്. ഓ, എന്ത് രസമല്ലേ. AVTയുടെ ടീ പ്ലാന്റേഷൻ ആണെന്ന് തോന്നുന്നു, പക്ഷെ സംഗതി കൊള്ളാം, വേറെ ലെവൽ. എന്ത് രസമാണെന്ന്. ഏകദേശം മറ്റേ വാൽപ്പാറയിലൊക്കെ വന്നൊരു ഫീലിംഗ്. വാൽപ്പാറയുടെ അത്രയും വരികയല്ല, എന്നാലും ഏകദേശം. മരമൊക്കെ ഉണ്ട്. ഇച്ചിരി കോടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വൈബായി. ഞാൻ അന്ന് വന്നപ്പോഴും വെയിലായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ വെയിലില്ലെങ്കിലും കോട കുറവാണ്, മഴയില്ല, ഒരു കോപ്പുമില്ല. ഇനി നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കും. പശുപ്പാറ എസ്റ്റേറ്റ് AVT. നമ്മളൊരു ഇറങ്ങി അടുത്ത കയറ്റം കയറും. അതാ എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കം ഉണ്ടാവും. ഈ സൈഡിൽ ഇങ്ങനെ പൂവുണ്ട്. ഇത് എന്ത് പൂവാണെന്ന് അറിയാൻ. ഞാൻ അന്ന് വന്നപ്പോഴും കണ്ട്, ഇപ്പോഴും കണ്ട്.
സൂര്യകാന്തി പോലെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ അവിടെ പിടിക്കലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ അവിടെ ഒന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല. ഇത് ഈ ഏരിയയിലും പിന്നെ മറ്റേ കുറ്റിക്കാനം അങ്ങോട്ടൊക്കെയുള്ള റൂട്ടിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ മലയുടെ ടോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ അടിപൊളി അടിപൊളി വ്യൂസൊക്കെ കണ്ട. അജ്മലിക്ക ഫ്രണ്ട് കുറെ പേരൊക്കെ അവിടെ വന്ന് നിൽപ്പുണ്ട്. ആരാണ് അടുത്ത ഒരു ഒടിഞ്ഞ വളവ്? ഓ ഐസ്ക്രീമും ചിന്തിച്ചിരിക്കേ. ഓ വ്യൂസ് കണ്ടാ അടിപൊളി വ്യൂ. അതല്ല അവന്മാര് ഐസ്ക്രീം നിന്നുകൊണ്ട് വ്യൂസ് ആസ്വദിച്ചോണ്ടിരിക്കും. എന്താ ഭംഗി, വേറെ ലെവൽ. കൊള്ളാം. രണ്ടാമത്തെ തവണയാണേലും ഇത്തവണ നല്ല പച്ചപ്പും നല്ല രസമുണ്ട്, നല്ല തണുപ്പും എല്ലാം ഉണ്ട്. ഒരു മഴ ചെറുതായിട്ട് വന്ന പോലെ ഉണ്ട്. മണ്ണ് 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 ഇവിടെ കിടക്കിടക്ക് മണ്ണിടിയൊന്നും അതായിരിക്കും. അല്ലെന്നുണ്ടായ റോട്ടിൽ മണ്ണ് വരേണ്ട ആവശ്യമില്ല. നാളെ അറിയില്ല, കുറച്ച് തേയിലച്ചെടി. ഈ റോഡ് അങ്ങനെ ഓടിച്ചോടിച്ചോടിച്ച് എവിടം വരെ ചെല്ലുമെന്ന് ദൈവത്തിനറിയാം. എവിടേക്കോ ചെല്ലും. എന്തായാലും നമുക്ക് അവസാനത്തെ ലാസ്റ്റ് എത്തേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ മൂന്നാറാണ്. മൂന്നാർ നമ്മൾ എന്തായാലും പോരും. എന്താണ് കാട്, കറുത്ത കാട്. വാവ് അമേസിങ്. റിയലി അമേസിങ്. ഇത് വേറെ ലെവൽ സ്ഥലം. സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയാൻ പറ്റും. എന്തോ പറഞ്ഞ് സ്ഥലം കൊള്ളാം. ഒരു ഹൊറർ വൈബ്. വാഗമണ്ണിൽ ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം എനിക്കറിയാൻ പറ്റില്ല. ഇവിടെയൊക്കെ മൃഗങ്ങളുണ്ടോ? ഏയ് ഇതിൻ്റെ പേര് കല്ലാറ്റുപാറ വെള്ളച്ചാട്ടം. സിൻഡോപ്പൻ്റെ കട. അത് കടയുടെ പേര്, കടയുടെ പരസ്യം. അയ്യോ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് എൻ്റെ അമ്മ. അമേസിങ് വഴി. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചോട്ടി വരെ ചെല്ലാം, പക്ഷേ വെള്ളച്ചാട്ടം അത്ര പോരാ. അവറേജ് ചാട്ടം, എന്നാലും കൊള്ളാം.